हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। ഔസുബില്ലാഹിമിനശ്ശൈത്താനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. മാന്യ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 21 മാർച്ച് 2026 ശനിയാഴ്ച ദിവസമാണ്. ഇന്ത്യൻ സമയം 10 മണിയും GMTയുടെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം 4 മണിയുമാണ്. ഇത് രാഹിദ പ്രോഗ്രാമിൻ്റെ സമയമാണ്. കാദ്യാൻ ദാറുൽ അമാനിൽ നിന്നും ലൈവ് ഡിസ്കഷൻ രാഹിദയുടെ 4 എപ്പിസോഡ് അടങ്ങിയ ഒരു സീരീസുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഈ സീരീസിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ്. ഈ മുഴുവൻ സീരീസിലും അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, സവിശേഷ ഗുണങ്ങൾ അതെങ്ങനെയാണ് പ്രകടമാകുന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, പ്രോഗ്രാം രാഹിദ ലൈവാണ്, അതോടൊപ്പം തന്നെ ഇൻറ്ററാക്റ്റീവ് പ്രോഗ്രാമും കൂടിയാണ്. അതായത് പ്രേക്ഷകർക്കും ചോദ്യങ്ങൾ മുഖേന ഈ പരിപാടിയുമായി ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇവിടെ സ്റ്റുഡിയോയിലുള്ള പാനലിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയും ഇവിടെയുള്ള പണ്ഡിതന്മാർ ഈ പ്രോഗ്രാം മുഖേന തന്നെ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നതാണ്. ടെലിവിഷൻ സ്ക്രീനിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ടെലിഫോൺ ലൈൻ മുഖേനയും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് മുഖേനയും അതുപോലെ തന്നെ ഇമെയിൽ മുഖേനയും ഫാക്സ് മെസ്സേജ് മുഖേനയും ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ ഇന്നത്തെ പാനലിൽ ഉള്ളത് മൗലാന മുഹമ്മദ് ഹമീദ് കൗസർ സാബ്, അതുപോലെ തന്നെ മൗലാന ഷെയ്ഖ് മുജാഹിദ് അഹമ്മദ് ശാസ്ത്രി സാബ് എന്നാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇവർ രണ്ടുപേരായിരിക്കും നമ്മളോടൊപ്പം സംവദിക്കുന്നത്. രണ്ടുപേർക്കും സുസ്വാഗതം. പ്രേക്ഷകരെ, പ്രപഞ്ചത്തിൻ്റെ ഓരോ കണികയും അള്ളാഹുവിൻ്റെ ഖദീറാണ്, ഹക്കീമാണ് എന്നതിൻ്റെ സാക്ഷ്യം വഹിക്കുന്നു. അവൻ്റെ സിഫത്തുകൾ മനസ്സിലാക്കുന്നത് അവൻ്റെ സാമീപ്യത്തിനുള്ള മാർഗം അന്വേഷിക്കലാണ്. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, അലീമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ മനസ്സിൽ പ്രത്യാശയും അതുപോലെ ഭയവും അതുപോലെ സ്നേഹവും സന്തുലിതാവസ്ഥയിൽ സംജാതമാകുന്നു. ഇന്നത്തെ പ്രോഗ്രാം ഈ സിഫത്തുകൾ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചാണ് നമുക്ക് വഴികാട്ടുന്നത്. ആദ്യത്തെ ചോദ്യം മൗലാന കൗസർ സാഹിബിനോടാണ്. ഇത് സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ സിഫത്ത് മാലിക്, അതിനെക്കുറിച്ച് വിശദീകരിക്കാമോ? ജസാക്കുമുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് കാദിയാനിൽ 30 നോമ്പ് പൂർത്തിയാക്കിയതിന് ശേഷം ഈദ് ആഘോഷിക്കുകയുണ്ടായി. അൽഹംദുലില്ലാ. ഖുതുബകളിൽ ഇന്നലെ ഉണ്ടായിരുന്ന 2 ഖുതുബകളിൽ ഹുസൂർ എല്ലാ ദുആകളെയും കുറിച്ച് പറയുകയുണ്ടായി. ഖൽമസി ഖാമിസ് അല്ലാഹ് ബിൻ അസീസ് ഇന്നലത്തെ ഖുതുബ ജുമയിൽ ലോകത്ത് ശാന്തി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ദുആകൾ പറഞ്ഞതൊക്കെ പറയുകയുണ്ടായി. നമ്മളും ദുആ ചെയ്യുന്നത് ഹുസൂറിന് അള്ളാഹു അതുപോലെ തന്നെ ജമാഅത്ത് അംഗങ്ങൾക്കും അവരുടെ ദുആകൾ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകി പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഈ ഒരു അന്തരീക്ഷം കലാപകലുഷിതമായ അത് സമാധാനത്തിലേക്ക് പരിവർത്തിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം നിങ്ങളുടേത് യാദൃശ്ചികം എന്ന് പറയട്ടെ. അള്ളാഹിൻ്റെ സിഫത്ത് മാലിക്കിയത്ത്, അവൻ ഉടമസ്ഥനാണ് എന്നതിനെക്കുറിച്ചാണ്. ഈ ദുആയുമായി അതിന് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആമുഖം ഇവിടെ പറഞ്ഞത്. മാലിക് എന്നത് എന്താണ്? ഖാലിക്ക്, മാലിക്, സ്രഷ്ടാവ്, ഉടമസ്ഥൻ. ഇത് സിഫത്തുകളാണ്. നിങ്ങൾ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു കൃഷിപ്പാടത്തിൻ്റെ ഉടമസ്ഥനാകുന്നു, മാലിക്കാകുന്നു. എല്ലാ നിലയിലും അത് പരിപാലിക്കുന്നു. അതിനുവേണ്ടി കുറച്ച് ജീവനക്കാരെ വെക്കുന്നു, കുറച്ച് ഭൃത്യരും ദാസ്യരും വെക്കുന്നു.
അതായത് തൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തു അല്ലെങ്കിൽ വകയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ആ വ്യക്തി കാണുകയാണ് ചില ചെടികൾ വാടുന്നു, അതുപോലെ തന്നെ അങ്ങനെ ഉണങ്ങുന്നു. അപ്പോൾ അത് ചിലത് കത്തിക്കേണ്ടി വരുന്നു, ചിലത് പറിച്ച് കളയേണ്ടി വരുന്നു. അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ മാലിക്കാണ്, ഉടമസ്ഥനാണ്, അവന് ഉടമസ്ഥാവകാശമുണ്ട്. ഈ പ്രപഞ്ചം അവൻ്റെ മംലൂക്കാണ്, അവൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. എല്ലാ നിലക്കും അവൻ ഇതിനെ പരിപാലിക്കുന്നു. അവൻ മേൽനോട്ടം വഹിക്കുന്നവനാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനവും അവൻ ഒരുക്കുന്നു. കുറച്ച് പേരെ ഇതിനു വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുറച്ച് രാജ്യങ്ങളും പ്രദേശങ്ങളും അള്ളാഹു ചില ആളുകൾക്ക് ഏൽപ്പിക്കുന്നു ഭരണത്തിന് വേണ്ടി. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക്ക മൻ തശാ. അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ അലൈഹി മുസ്ലിങ്ങളെ എല്ലാ കാലത്തും ആളുകളോട് പറയുക, മാലിക്കുൽ മുൽക്ക് നൽകുന്നത് മൻ തശാ, അവന് ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു നൽകുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു ഒന്നും നൽകുന്നതല്ല. അവൻ്റെ ഇച്ഛ, അവൻ്റെ ഹിതം അനുസരിച്ച് മാത്രമാണ് അവൻ ഒരാൾക്ക് വരദാനം നൽകുന്നത്. അവനെ സംരക്ഷണം ഏൽപ്പിക്കുന്നതും അവർക്ക് വേണ്ടിയാണ്. തൻസീൽ മുൽക്ക് മിമ്മൻ തശാവ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഭരണാധികാരം തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. അള്ളാഹു കാണുകയാണ് ഒരാൾ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന്, അവൻ്റെ ഉടമസ്ഥതയിലുള്ളത് അള്ളാഹു തട്ടിയെടുക്കുന്നു. ഇത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ. ഇത് ഇങ്ങനെ നടന്നു പോകുന്നു. അള്ളാഹു ഇതിനെ നയിക്കുന്നു. അള്ളാഹു ഇതിൻ്റെ ഉടമസ്ഥനാണ്. അള്ളാഹു ഉചിതമായി കരുതുന്ന വ്യക്തികളെ ഇതിനെ ഏർപ്പെടുത്തുന്നു. എല്ലാ കാലാവസ്ഥയിലും പലതരത്തിലുള്ള വിളവുകളും ഉണ്ടാകുന്നു. രാജാധികാരം നൽകപ്പെടുന്ന ആളുകൾ അവൻ്റെ ഇംഗിതം അനുസരിച്ചായിരിക്കും അവർക്ക് ഭരണാധികാരം കിട്ടുന്നത്. ചില സമയത്ത് നടക്കുന്ന എന്താണ്, ശിക്ഷ എന്നോണം ചിലവരെ നിശ്ചയിക്കുന്നു. അതായത് ഈ കൂട്ടർ, ഈ ജനതയ്ക്ക് ശിക്ഷ എന്നോണം ചില ഭരണാധികാരികളെ നിശ്ചയിക്കുന്നു. ഉദാഹരണത്തിന് ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഹലാക്കു ഖാൻ ബഗ്ദാദിനെ ആക്രമിച്ചപ്പോൾ 18 ലക്ഷം മുസ്ലിങ്ങളെ വധിക്കുകയുണ്ടായി. കുറച്ച് ബഗ്ദാദിലെ മുസ്ലിങ്ങൾ ഒരാളടുത്ത് പോയിട്ട് പറഞ്ഞു, മഹാത്മാവിൻ്റെ അടുത്ത് പോയി ദുആ ചെയ്യണം, മുസ്ലിങ്ങൾക്ക് മേൽ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ആ മഹാത്മാവ് പറഞ്ഞു, വാസ്തവത്തിൽ ഞാൻ എത്രത്തോളം ദുആ ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെ മലക്കൾ എന്നോട് പറഞ്ഞത് യായുൽ കുഫാറു ഉക്തുൽ ഫുജാർ, അതായത് അല്ലയോ അവിശ്വാസികളെ, ഈ അധർമ്മികാരികളായ മുസ്ലിങ്ങളെ വധിക്കുക, നശിപ്പിക്കുക, ഇല്ലാതാക്കുക എന്നാണ്. മുസ്ലിങ്ങൾ അള്ളാഹു മുന്നോട്ട് വെച്ച ഉപാധി അനുസരിച്ച്, നിബന്ധന അനുസരിച്ചല്ല ജീവിക്കുന്നത്. അതുകൊണ്ടാണ് സർവനാശം വിധിച്ചത്. അവൻ മാലിക്കാണ്, അള്ളാഹു മാലിക്കാണ്. അവനറിയാം അവൻ്റെ ഉടമസ്ഥതയിലുള്ളത് എങ്ങനെയാണ് നയിക്കേണ്ടത്. ഇതാണ് ഒരു കാര്യം. ഈ ദുനിയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണിത്. മാലിക്കിൻ്റെ മറ്റൊരർത്ഥം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് സൂറത്ത് ഫാത്തിഹയുടെ തുടക്കത്തിൽ തന്നെ അതുണ്ട്. സൂറ ഫാത്തിഹയിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ വിവരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത്, സത്താനാമം എന്ന് പറയുന്നത് അള്ളാഹാണ്. പിന്നെ റഹ്മാനുണ്ട്, റഹീമുണ്ട്, മാലിക് യൗമിദ്ദീൻ, ഇവയൊക്കെ സിഫത്തുകളാണ്, സവിശേഷ ഗുണങ്ങളാണ്. അവൻ പ്രതിഫലം നൽകുന്ന നാളിൻ്റെ ഉടമസ്ഥനാണ്. മാലിക് യൗമിദ്ദീൻ, ദീൻ എന്ന് പറയുന്നത് പ്രതിഫലം നൽകുന്ന നാൾ. അതായത് അള്ളാഹുവിൻ്റെ ഭരണം ഈ ലോകത്തുണ്ടൊന്ന്, അതുപോലെ തന്നെ പരലോകത്തുമുണ്ട്. ചില കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു മനുഷ്യനെ അവസാനം ഈ രാജ്യത്തിൽ എന്തിനാണ് ഈ അള്ളാഹുവിൻ്റെ ഭരണ പ്രദേശത്തിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്, അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ മജീദിൽ പറയുന്നു, പരിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, നാം മനുഷ്യനെ ദാസനാകുന്നതിന് വേണ്ടി, യഥാർത്ഥ ദാസനാകുന്നതിന് വേണ്ടി ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്.
അതാണ് ലക്ഷ്യം. മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ ദാസനാകുക എന്നതിനെ കൊണ്ട്. അല്ലസീ ഖലഖൽ മൗത വൽ ഹയാത്ത ലീനബ്ലുവക്കും അയ്യുഹ്ക്കും അഹ്സനു അമല. മറ്റൊരു ഉദ്ദേശം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഈ ജീവിത മരണത്തിൻ്റെ ചക്രം ഈ നടത്തുന്നത് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരാരാണ്, സൽക്കർമ്മങ്ങൾ ആരാണ്? ഇതാണ് രണ്ടാമത്തെ ലക്ഷ്യം. വഹദൈനാഹു നജദൈൻ, രണ്ട് മാർഗങ്ങൾ അവന് നാം വഴി കാണിച്ചു. നന്മയുടെ മാർഗം ഇതാണ്, തിന്മയുടെ മാർഗം ഇതാണ്. അവന് ഇഷ്ടം പോലെ സ്വയപ്രകാരം അത് സ്വീകരിക്കുക. ഖദ് അഫ്ലഹ മൻ സക്കഹ, ആരാണ് സ്വയം പരിശുദ്ധമാക്കിയത്, അതാണ് തൻ്റെ അവരാണ് തങ്ങളുടെ പരിശുദ്ധമായിട്ടുള്ള ആ ജീവിതത്തിലൂടെ ലക്ഷ്യം പ്രാപ്യമാക്കിയത്. അതുപോലെ വഖദ് ഖാബമൻ ദസ്സഹ, അതായത് ഒരാൾ ലജ്ജിതനാകുന്നു അവൻ്റെ അധ്യാപനത്തിൽ നിന്നും വ്യതിചലിച്ചാൽ. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന ഇലൈന ഇയാബഹും, അല്ലയോ മനുഷ്യ, ഞാൻ ഇവിടെ സൃഷ്ടികളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കെല്ലാവർക്കും എന്നിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഈ ജീവിത കാലഘട്ടം കഴിച്ച് തിരിച്ചു വരേണ്ടതുണ്ട്. സുമ്മ ഇന്ന അലൈന ഹിസാബഹും, അതിൻ്റെ കണക്കുകളും വിചാരണയും അള്ളാഹു അവരിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. ഈ കണക്കിൻ്റെ വിചാരയുടെ ദിവസം ഈ യൗമുൽ ബഅസ് എന്ന് പറയുന്നു, അതായത് ഖിയാമത്ത്, ഉയർത്തെഴുന്നേൽപ്പ് ദിവസം എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, അവൻ മാലിക്കാണ്, അവൻ ഉടമസ്ഥനാണ്. മാലിക് യൗമിദ്ദീനാണ്, അവൻ പ്രതിഫലം നൽകുന്ന നാളിൻ്റെ ഉടമസ്ഥനാണ്. അവൻ മാലിക്കാണ്. അങ്ങനെ ഇരിക്കെ അവൻ്റെ ഉടമസ്ഥത എന്ന അവകാശം, അത് ഉടമസ്ഥാവകാശം വെളിപ്പെടുത്തും. മനുഷ്യനെ എന്തിനാണ് ഭൂമിയിലേക്ക് അയച്ചത്, എന്താണ് ഉദ്ദേശം എന്ന് വിവരിച്ചു കഴിഞ്ഞു. അത് അവർ പൂർത്തിയാക്കിയോ, ജീവിത സാഫല്യം നേടിയോ, എന്ത് ഉദ്ദേശത്തോടെയാണ് അവരെ സൃഷ്ടിച്ചത്, അവർ പൂർത്തിയാക്കിയോ ഇല്ലയെന്ന് അള്ളാഹു വിലയിരുത്തും. ഇവിടെ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, എല്ലാ പാപവും അള്ളാഹു പുറത്തു വരുന്നു, എന്നാൽ ഷിർക്ക്, ബഹുദൈവ ആരാധന അള്ളാഹു പുറത്തു വരുന്നില്ല. അള്ളാഹുവിൻ്റെ സിഫത്തിനുമായി മറ്റുള്ളവരെ പങ്കുചേർക്കുക, ഇത് ഒരിക്കലും തന്നെ അക്ഷന്തവ്യമായ തെറ്റാണ്. അള്ളാഹു പുറത്തു തരാത്ത തെറ്റാണ്. നോക്കുക, ഇന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുന്ന നാശം, അല്ലെങ്കിൽ അത് ഇനി വരാനിരിക്കുന്ന നാശം, ഇതൊക്കെ തന്നെയുള്ള അടിസ്ഥാന കാരണം എന്താണ്? അള്ളാഹുവുമായി അവർ മറ്റുള്ളവർ പങ്കു ചേർക്കുന്നു. റബ്ബുന്നാസിനെ അവർ ഇലാഹാക്കി മാറ്റുന്നു. ഇവർ ഖബർ പൂജ നടത്തുന്നു. വലിയ വലിയ ശക്തികളെ തങ്ങളുടെ ദൈവമായി കണക്കാക്കുന്നു. അള്ളാഹുവിനെ അവർ പാടി വിസ്മരിച്ചിരിക്കുന്നു, അള്ളാഹുവിനെ മറക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങുന്നു. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, സൂറ സുമറിൻ്റെ അവസാനം, സൂറ അഹ്സാബിൻ്റെ അവസാനമുണ്ട്. നരകത്തിൽ അവർക്ക് വിചാരണ നടക്കുമ്പോൾ, മനുഷ്യനെ വിചാരണ ഉണ്ടാകുമ്പോൾ, അവരെ നരകത്തിലേക്ക് വലിച്ചേച്ച് കൊണ്ടുപോകുമ്പോൾ, ഞാൻ ഉദാഹരണം പറഞ്ഞത്, ചില ചെടികളെ കുറിച്ച് പറഞ്ഞ് ചില കീടങ്ങൾ തിന്ന് നശിപ്പിക്കുന്നു, ചിലത് കത്തിക്ക് നശിപ്പിക്കേണ്ടി വരുന്നു. അവിടെ ചോദിച്ചു, അവരോട് മനുഷ്യരോട് അള്ളാഹു വിചാരണ നാൾ ചോദിക്കും, താക്കീതുകാരൻ നിങ്ങളിലേക്ക് ഞാൻ അയച്ചിട്ടില്ലേ, അദ്ദേഹം നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടില്ലേ, ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ? അപ്പോൾ പറയും, അതേ വന്നിട്ടുണ്ടെങ്കിൽ താക്കീതുകാരൻ വന്നിരുന്നു, അങ്ങനെ ഓർമ്മപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ വലിയവർ അള്ളാഹുവെ, ഈ ഞങ്ങളുടെ ഇടയിലുള്ള മുതിർന്നവർ അല്ലെങ്കിൽ പ്രമാണിമാർക്ക് ഇരട്ട ശിക്ഷ നടക്കുകയാണ്, അവരാണ് ഞങ്ങളെ തെറ്റായ മാർഗത്തിലേക്ക് നയിച്ചെന്ന് പറഞ്ഞു. ഇന്നത്തെ മുസ്ലിം ഇപ്പോൾ വളരെയധികം മുസ്ലിങ്ങളുടെ ബഹുഭൂരിപക്ഷമാണ് ഉള്ളത്. അവർ മനസ്സിലാക്കേണ്ടത്, ഇക്കാലത്ത് അള്ളാഹു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാമിനെ ദൈവനിയുക്തനായി അയച്ചുകൊണ്ട് സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സാക്ഷാത്കാരമായിട്ടാണ് വന്നത്. അദ്ദേഹം സ്വയം വന്നതല്ല, മുസ്ലിങ്ങളെ എൻ്റെ പരിഷ്കരണത്തിനും സംസ്കരണത്തിനും വേണ്ടിയാണ് മസീഹ് വസ്ലം വന്നത്. ഈ ജമാഅത്തിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും കർമ്മ സംസ്കരണം നടന്നു പോകുന്നു. എന്നാൽ മറ്റുള്ളവർ നിഷേധിക്കുന്നവർ, വ്യാജപ്പെടുത്തുന്നവർ, മസീഹ് ഇസ്ലാമിനെ വ്യാജപ്പെടുത്തുന്ന സ്വയം നാശത്തിലേക്ക് കൂപ്പുത്തുന്നു, മറ്റുള്ളവരെ നാശത്തിലേക്ക് നയിക്കുന്നു.
ഇവർ ഈ സന്ദർഭത്തെ മുതലെടുക്കുന്നില്ല, ഈ സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ഒരു മാലിക് മുൽക്ക്, ഈ എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ, സർവാധികാരസ്ഥനായ അള്ളാഹുവാണ് അയച്ചത്. എന്നിട്ട് അവർ അംഗീകരിക്കുന്നില്ല മസീഹ് ഇസ്ലാം. സെൻട്രൽ ഗവൺമെൻറ് നോക്കുക, ഒരു സ്റ്റേറ്റിൽ ഒരു ഗവർണറായിട്ട് അയക്കുന്നു. അപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നു ഈ ഗവർണർ ഞങ്ങൾ അംഗീകരിക്കില്ല. അപ്പോൾ ഭരണകൂടം അവരെ ശിക്ഷിക്കില്ലേ? അതുപോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തത് പറയുകയാണ്. അള്ളാഹു ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാമിന് മനുഷ്യകുലത്തിൻ്റെ സംസ്കരണത്തിനും പരിഷ്കരണത്തിനായും അതുപോലെ തന്നെ മനുഷ്യനെ ദാസത്വത്തിൻ്റെ രീതികൾ പഠിപ്പിക്കാനുമാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആനും ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അനുസരിച്ച് പഠിപ്പിക്കാനാണ് പറഞ്ഞത്. ഈ മുസ്ലിങ്ങൾ അതുപോലെ മറ്റു മനുഷ്യരും അത് അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഈ വിപത്തുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഹസ്രത്ത് മസീഹ് ഇസ്ലാം ഹഖീഖത്തുൽ വഹി എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ആപത്ത് അവസാനിക്കുന്നതിന് മുമ്പ് അടുത്ത അടിക്കടി ആപത്തുകൾ വരും. ഇൽഹാമായി മസീഹ് ഇസ്ലാമിന് പറഞ്ഞ അള്ളാഹു ലോകത്തൊരു താക്കീതാരം വന്നു, എന്നാൽ ലോകം അവനെ സ്വീകരിച്ചില്ല. അള്ളാഹു അവനെ സ്വീകരിക്കുന്നതും വളരെ ശക്തിമത്തായ അടയാളങ്ങളാൽ അവൻ്റെ സത്യത വെളിപ്പെടുത്തുന്നതുമായിരിക്കും. അള്ളാഹു എല്ലാവറ്റിനെയും മാലിക്കായ ഈ അള്ളാഹു ഈ സത്യം ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യനെ മനസ്സിലാക്കി തരുന്നു. അതുപോലെ തന്നെ മനുഷ്യർ പറഞ്ഞു കൊടുക്കുന്നത് ഈ അവസരത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വ്യക്തിയെ അംഗീകരിക്കുക, ലബേക്ക് പറയുക. ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദുല്ലാഹു തആല ബിൽ അസീസ് അടിക്കടി ഖുതുബകളിൽ അള്ളാഹുവിലേക്ക് മനുഷ്യനെ മടങ്ങാൻ വേണ്ടി, മാനസാന്തരപ്പെടാൻ വേണ്ടി 1, 2, 3 പലതവണ ഖുതുബകളിൽ പറഞ്ഞു അള്ളാഹുവിലേക്ക് തിരിയുക. ഈ സമുദായം കേൾക്കുന്നില്ലെങ്കിൽ അള്ളാഹു ഈ മാലിക്കായിട്ടുള്ള, ഈ പ്രപഞ്ചത്തിൻ്റെ മാലിക്ക്, ഈ ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് സന്തോഷമുണ്ടാവുക. അവൻ്റെയാണ് ഈ കൃഷിപ്പാടവും അവൻ്റെ ഉദ്യാനവും ഒക്കെയാണ്. ഇതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെടുന്നവരിൽ അള്ളാഹു തൃപ്തനാകുമോ? ഹുസൂർ അയ്യദുല്ലാഹു തആല ബിൽ അസീസ് താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് ഒരു താക്കീതാരം വന്നു, എന്നാൽ ലോകം അവനെ സ്വീകരിച്ചില്ല, ആ വ്യക്തി സ്വീകരിച്ചില്ല. ഈ കാര്യം മനസ്സിലാക്കുക. ഇത് വളരെ നിസ്സാരമായി കണക്കാക്കരുത്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നിയുക്തരായി വന്നവർ, ജനങ്ങൾ അവരെ നിസ്സാരവൽക്കരിക്കുന്നു. എന്നാൽ അവൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തിയാണ്. അള്ളാഹു ആയ മാലിക്കായ അള്ളാഹുവാണ് എന്നെ അയച്ചത്, ഞാൻ അവൻ്റെ ദാസനാണ്. എന്നാൽ നിങ്ങൾ എന്നെ അംഗീകരിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കുക എന്ന് പറയും. ഇതാണ് അള്ളാഹിൻ്റെ സിഫത്ത്. മാലിക് എന്നതിൻ്റെ വിശദീകരണമാണിത്. അവൻ്റെ മാലിക് എന്ന സിഫത്തിനെ ഭയക്കുക, അവൻ അയച്ച വ്യക്തിയെ അംഗീകരിക്കുക. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി പറയട്ടെ. ജസാക്കുമുല്ലാഹ് ജസാ. എൻ്റെ അടുത്ത ചോദ്യം മുഹത്തറം മൗലാന ഷേഖ് മുജാഹമ്മദ് ശാസ്ത്രി സാഹിബിനോടാണ്. അള്ളാഹുവിൻ്റെ ഖദീർ എന്ന സിഫത്തിൻ്റെ വെളിച്ചത്തിൽ അള്ളാഹുവിൻ്റെ സർവശക്തിത്വത്തെ സംബന്ധിച്ച് അതിൻ്റെ യുക്തിപരമായ തെളിവുകൾ എന്താണെന്ന് വിശദീകരിച്ചാലും. ജസാക്കുമുല്ലാഹ് ജസാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് 2 അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യമാണ്. ഒന്നാമതായിട്ട് ഇസ്ലാം മഹത്തായ മതമാണ്. മറ്റെല്ലാ മതങ്ങളുടെക്കും എതിരിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് വിശദമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇസ്ലാം പറയുന്നു, നമ്മുടെ ദൈവം ജീവിച്ചിരിക്കുന്ന ദൈവമാണ്, അവനിൽ എല്ലാ സവിശേഷ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ അടിസ്ഥാന കാര്യം അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യമാണ്. അവൻ സ്വയം തന്നെ വിശുദ്ധ ഖുർആനിൽ തൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് വിവരിച്ചിരിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ നമ്മുടെ മുമ്പിലുണ്ട്, അത് മുഖേന നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ സിഫത്തിനെ, അവൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ്റെ ഈ രീതി അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ മാത്രമേ നമുക്കത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ സ്വയമായൊരു മാനദണ്ഡം സൃഷ്ടിച്ചുകൊണ്ട് ആ മാനദണ്ഡ പ്രകാരം നമ്മുടെ ദൈവത്തെ മനസ്സിലാക്കുക ശരിയല്ല. ഈ 2 തത്വങ്ങൾ മുന്നിൽ വെക്കുമ്പോൾ നമുക്ക് ഈ സിഫത്തെ ഖദീറിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. സിഫത്തെ ഖദീർ അത് അള്ളാഹുവിൻ്റെ ഗുണമാണ്. അതിൻ്റെ അർത്ഥം
പരിപൂർണ ശക്തി പ്രഭാവമുള്ളവൻ, അതായത് അവൻ്റെ ഉള്ളിൽ പരിപൂർണ ശക്തിയുള്ള അസ്തിത്വമാണ്. അവന് എല്ലാ കാര്യം ചെയ്യാൻ സാധിക്കും. ഇമാം റാഗിബ് തൻ്റെ മുഫ്രദാത്തിൽ ഖദീർ എന്ന സിഫത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ഖദീർ എന്ന ഗുണത്തിൽ ഒരു കാര്യം മറിഞ്ഞിരിക്കണം, അതായത് അവൻ ഇഷ്ടമുള്ളത് അവന് ചെയ്യുന്നു, എന്നാൽ അത് യുക്തിയോടുകൂടി ഹിക്മത്തോടു കൂടി. അല്ലാതെ അതായത് അവന് ശക്തിയുള്ളതിനാൽ അവർ ഹിക്മത്തില്ലാതെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമെന്നല്ല, മറിച്ച് അതായത് ഹിക്മത്തോടു കൂടി, അതായത് ഖദീറിനോട് കൂടി അവന് ഹിക്മത്തും അതിലടങ്ങിയിരിക്കുന്നു. ഈ സംഗതിയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തീർച്ചയായും അള്ളാഹു ഓരോ കാര്യത്തിലും, അവൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യത്തിലും അവൻ സർവശക്തിമാനാണ്. അതായത് ഖദീർ എന്നതിൻ്റെ ഈ ഉദ്ദേശം നമ്മൾ മുന്നിൽ വെക്കുമ്പോൾ അള്ളാഹു ഓരോ കാര്യങ്ങളും, അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവൻ ചെയ്യാൻ അവൻ ശക്തനാണ്. അത് യുക്തിയോട് കൂടിയിട്ട് അവൻ ചെയ്യുന്നത്. എന്നാൽ ഒരുപാട് അജ്ഞരായ ആളുകൾ ചോദിക്കാറുണ്ട്, തങ്ങളുടെ മുൻവിധി കാരണം അള്ളാഹു ഖാദിറാണെങ്കിൽ അള്ളാഹുവിന് മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമോ? നൗസുബില്ല, അള്ളാഹുവിന് കളവ് ചെയ്യാൻ പറ്റുമോ? അള്ളാഹുവിന് സ്വയം മരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ലൗകികമായൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു ഭരണാധികാരി, അവന് കുതിരത്തുണ്ട്, ശക്തിയുണ്ട്, എന്നാൽ ആ ഭരണാധികാരി ഒരു ഭ്രാന്തന് ഭരണം ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ, സ്വയം തന്നെ നശിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് ഹിക്മത്തിനെതിരാണ്. ഇസ്ലാം ആ മഹത്തായ മതമാണ്. ആ മതം ഖദീർ എന്ന സിഫത്തിനെ വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുന്നു മറ്റു മതങ്ങളെ അപേക്ഷിച്ച്. അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഹിന്ദു മതത്തിലെ ഒരു പുതിയ റിഫോർ ആര്യ സമാജം മുന്നിൽ വരികയുണ്ടായി. അവരുടെ അഖീദ അനുസരിച്ചിട്ട് അവർ പറയുന്നത്, പ്രപഞ്ചത്തിന് തുടക്കത്തിൽ ഒരു ഈശ്വരനുണ്ടായിരുന്നു, അവരെ ഈശ്വരൻ എന്നാണ് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ആ ഈശ്വർ അവൻ സൃഷ്ടാവായിരുന്നില്ല, അവൻ ആത്മാവിനെ സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്നല്ല, പരമാണുവിനെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല, മറിച്ച് പ്രപഞ്ചം ആരംഭിച്ചപ്പോൾ അത് 3 അസ്തിത്വമുണ്ടായിരുന്നു. ഒന്ന് അള്ളാഹു, ഒന്ന് ആത്മാവ്, ഒന്ന് പരമാണു, മറ്റൊന്ന് പരമാണു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഖാദിറിൻ്റെ ഈ കോൺസെപ്റ്റ് തന്നെയല്ല, അതായത് അവന് ശക്തി തന്നെയല്ല, റൂഹിൻ്റെ മേലെ അവന് കുതിരത്തില്ല, പരമാണുവിൻ്റെ മേലെ അവന് ശക്തിയില്ല. ഇതന്നെ അള്ളാഹുവിൻ്റെ ഖാദിറിൻ്റെ ആ സ്ഥാനത്ത് നിന്ന് അകറ്റി മാറ്റുന്നു. അതിനെതിരായിട്ട് ഇസ്ലാം പറയുന്നതോ, അവൻ ഖാദിറാണെങ്കിൽ അവൻ ഖാലിഖും കൂടിയാണ്. അവന് കൂട്ടി യോജിപ്പിക്കുക മാത്രമല്ല, മറിച്ച് അവൻ അലീമാണ്, അവൻ എല്ലാ കാര്യത്തിനും മേലും അവന് സർവശക്തിയുണ്ട്. ഇതിന് ഒരുപാട് ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. വൈദ്യം തേന്, അതിന് പല പല സ്വാധീനങ്ങളുണ്ട്. തേനിൻ്റെ ഇതാണ്. ഈ രണ്ടിനെയും നമ്മൾ യോജിപ്പിക്കുകയാണെങ്കിൽ, ഒരു പ്രത്യേക അളവനുസരിച്ച് യോജിപ്പിക്കുകയാണെങ്കിൽ അതിന് മറ്റൊരു സ്വാധീനം ഉണ്ടാവും. അത് നമ്മുടെ കഫത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇത് വേറെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വരില്ല. ഇത് അള്ളാഹു തൻ്റെ കുതിരത്തിലൂടെ, തൻ്റെ പരിപൂർണ കുതിരത്തിലൂടെ ആ സ്വാധീനം, ആ ഫലം ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് അള്ളാഹു അത് ശിഫ നൽകുന്നു. പിന്നെ അവൻ്റെ അഫുവും ബന്ധപ്പെട്ടതാണ് അവൻ്റെ കുതിരത്തെ ഖാദിർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ക്രിസ്തുമാരും അവർ അള്ളാഹുവിനെ ഖാദിറായിട്ട് മനസ്സിലാക്കുന്നില്ല. അവർ ഖാദിർ എന്ന് വിശ്വസിക്കണമെങ്കിൽ അള്ളാഹുവിന് കുതിരത്തുണ്ട്, അവൻ മാപ്പാക്കുന്നതിനുള്ള, അതായത് പുറത്തു കൊടുക്കുന്നതിന് ഗുണമുണ്ട്. ആദം അലൈഹിസ്സലാം പാപം ചെയ്തു എന്ന വിശ്വാസം വെച്ച് പുലർത്തുമായിരുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് മനുഷ്യരാശി മുഴുവനും പാപം ചെയ്തവരെന്ന് വിശ്വസിക്കുമായിരുന്നില്ല. എന്നാൽ ഇസ്ലാമിൻ്റെ ഒരു സവിശേഷതയാണ് അവർ അള്ളാഹുവിൻ്റെ സിഫത്ത് ഖുദ്റത്ത് എന്ന് പറഞ്ഞ ആ ഖദീർ എന്ന ഗുണത്തെ അത് മറ്റ് മതങ്ങളെ അപേക്ഷിച്ച് വളരെ വിശദീകരിച്ചിട്ട് ഇസ്ലാം വിവരിക്കുന്നുണ്ട്. ഈ കാരണം കൊണ്ടാണ് അള്ളാഹു തൻ്റെ പ്രവാചകന്മാർ മുഖേന തൻ്റെ ഈ ഖദീർ എന്ന സിഫത്തിനെ അത് ലോകത്ത് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതായത് അത് പൊതുവെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു പരിപൂർണ ശക്തി പ്രഭാവമുള്ളവെന്ന് പറയുമ്പോൾ അതല്ലാതെ മറ്റു രീതിയിലും അവൻ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിശ്വാസികൾ അദ്ദേഹത്തെ അഗ്നിയിലിട്ടപ്പോൾ സാധാരണ രീതി അനുസരിച്ചിട്ട് അവൻ തീ മറ്റുള്ള കത്തിക്കുന്നു എന്നുള്ളതാണല്ലോ. എന്നാൽ അള്ളാഹു തൻ്റെ പ്രത്യേക ശക്തി പ്രഭാവം അവിടെ കാണിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ
ഷക്കുൽ ഖമറിൻ്റെ ചന്ദ്രൻ പിളർന്ന സംഭവം, ഇതും അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ ശക്തിപ്രഭാവത്തിൻ്റെ പ്രകടനമായിരുന്നു. ഇതിൻ്റെ ബുദ്ധിപരമായ യുക്തി നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇസ്ലാം ഏതൊരു ദൈവത്തിനെ അവതരിപ്പിക്കുന്നത് അവൻ ഖദീറാണ്, അവന് ശക്തിയുണ്ട്. എന്നാൽ അത് മറ്റു മതങ്ങൾ അങ്ങനെ അവതരിപ്പിക്കുന്നില്ല. അതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളുടെ യോഗത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ അവരുടെ വിജയത്തെ സംബന്ധിച്ചും ഇത് അള്ളാഹുവിൻ്റെ ഖദീറിൻ്റെ പ്രകടനമാണ്. അള്ളാഹുവിൻ്റെ ഈ അള്ളാഹുവിൻ്റെ കുതിരത്തില്ലാതെ കൊണ്ട് സാധാരണ നിസ്സാര മനുഷ്യൻ, ലോകത്തൊരു വിദ്യാഭ്യാസമില്ലാത്ത നിസ്സാരനായ മനുഷ്യൻ ഇത്ര നിസ്സാരനായിട്ടും അവൻ വിജയിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിന് ഈ കാര്യത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഖത്തബല്ലാഹു ല അഗ്ലിബന്ന അന വറസുലേ, അതായത് അള്ളാഹു ഇത് വിധിച്ചിരിക്കുന്നു, അവനും താനും തൻ്റെ പ്രവാചകനും തീർച്ചയായും വിജയിക്കുന്നതാണെന്നാണ്. അമ്പിയാക്കളിൽ നിന്നും ഏറ്റവും അമ്പിയാക്കളിൽ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു തൻ്റെ ഖദീർ എന്ന സിഫത്ത് പ്രകടിപ്പിക്കുകയാണെങ്കിൽ തിരുമേനിയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഹിജ്റത്തിൻ്റെ സംഭവം തന്നെ എടുത്തു നോക്കുക. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോ ഒറ്റയ്ക്ക് അബൂബക്കർ സിദ്ദീഖിനോടൊപ്പം അവിശ്വാസികളുടെയും നിഷേധികളുടെയും അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹു തൻ്റെ കുദ്റത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് രക്ഷിക്കുകയുണ്ടായി. സുറാഖ പിന്തുടർന്നുകൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും തിരുമേനി പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അയാളുടെ കുതിര എപ്പോഴും വീണുകൊണ്ടിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്ത് പോവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ കുദ്റത്തിൻ്റെ മാതൃക നമുക്കതിൽ കാണാൻ സാധിക്കും. ഈ കാലഘട്ടത്തിലും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ യഥാർത്ഥ ദാസനായ തിരുമേനിയെ പരിപൂർണ്ണ പിൻപറ്റിക്കൊണ്ട് അള്ളാഹു അദ്ദേഹം മുഖേനയും തൻ്റെ കുദ്റത്തിൻ്റെ പരിപൂർണ്ണ പ്രകടനം വെളിപ്പെടുത്തുകയുണ്ടായി. മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാനൊരു സംഭവം വിവരിക്കാം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി അബ്ദുൽ കരീം എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. ഹൈദരാബാദിലെ ദക്ഷിണ ഭാഗത്ത് താമസക്കാരനാണോ. അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഒരു പേപ്പട്ടി കടിച്ചു. ആ കാലഘട്ട വിദ്യാർത്ഥി അബ്ദുൽ ഖാദിർ, അദ്ദേഹം ആ പേവിഷബാധയുടെ ഭ്രാന്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കാൻ തുടങ്ങി. അതിന് ആ കാലഘട്ടത്തിൽ തിരുമേനി മസീഹ് മൗഊദിൻ്റെ കാലഘട്ടത്തിൽ ഡോക്ടർമാരെ തന്നെ വളരെ വ്യക്തമായി നത്തിങ് ക്യാൻ ബി ഡൺ ഫോർ അബ്ദുൽ കരീം എന്ന് എഴുതി തള്ളുകയുണ്ട്. ഇനിയൊന്നും ചെയ്യാനില്ല അബ്ദുൽ കരീമിന്. അത് മസീഹ് സ്വലാത്തു വസ്സലാം തൻ്റെ ഹൃദയത്തിൽ ഒരു ആവേശം കാണുകയും അതിൻ്റെ ഫലമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അള്ളാഹു ആ വിദ്യാർത്ഥിക്ക് ദീർഘായുസ്സ് നൽകുകയും ഇന്ന് അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ ഖാദിയാനിലുണ്ട്. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഖേനയും അള്ളാഹുവിൻ്റെ ഈ സിഫത്ത് ഖദീറിൻ്റെ പ്രകടനം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥമുണ്ട് സുർമെ ചഷ്മെ ആര്യ എന്നുള്ളത്. അത് വാസ്തവത്തിൽ അതൊരു സംവാദമാണ്. മുസ്ലിം മൗഊദ് പറഞ്ഞത് സംബന്ധിച്ച് അത് ഹോഷിയാർപൂരിൽ നടന്ന സംഭവമാണ്, മുരളീധരനുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ മസീഹ് മുസ്ലിം പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ സർവശക്തിത്വത്തെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. ഇതിൽ അള്ളാഹുവിൻ്റെ കുദ്റത്തും അവൻ ആത്മാക്കളെ സൃഷ്ടിക്കുന്നവനാണ്, അവൻ ശരീരത്തെ സൃഷ്ടിക്കുന്നവനാണ്, അതിൽ ഗുണങ്ങൾ ഇടുന്നവനാണ്. ഈ കാലഘട്ടത്തിൽ മസീഹ് സ്വലാത്തു വസ്സലാം അള്ളാഹു ഇൽഹാമു മുഖേന അവൻ ഖാദിർ ഹേ വാർഗ പുര കാം ബനാവേ ബനായ തോട് ദേ കോയിസ്ക ഭേദനപ്പായ. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആളുകളുടെ ആ ഖദീറുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. നാം അവനോട് നമ്മുടെ ബന്ധം സ്ഥാപിക്കുമ്പോൾ മറ്റുള്ളവരോട് നമ്മൾ സന്നിധി കുനിയുന്നില്ല എങ്കിൽ അള്ളാഹു തൻ്റെ എല്ലാ ദിവ്യ തേജസ്സോടും കൂടി അള്ളാഹു നമുക്കും വെളിപ്പെടുന്നതാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ ഖദീറായ ആ അള്ളാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള തൗഫീഖ് ലഭിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു വഹ്സനൽ ജസാ. പ്രേക്ഷകരെ, ഒരു ടെലിഫോൺ കോളർ ഇവിടെ നമ്മളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഖുറൈശി ഹക്കീം സാബ് ഇന്ത്യയിൽ നിന്നും ഫോൺ ലൈനിലുണ്ട്. ചോദ്യം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുറൈശി സാബ്. വാലിക്കും അസ്സലാം. ശബ്ദം കേൾക്കുമോ?
ശബ്ദം കേൾക്കുന്നുണ്ടോ? വാലിക്കും അസ്സലാം. കേൾക്കുന്നുണ്ട്. കണക്ഷൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രോഗ്രാമിലേക്ക് വരാം. അടുത്ത ചോദ്യം മൗലാന ഹമീദ് കോസ്താവിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിൻ്റെ സിഫത്ത് അലീം, സർവജ്ഞൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയാമോ? സിഫത്ത് അലീം അള്ളാഹുവിൻ്റെ സിഫത്താണ്. സർവജ്ഞൻ, അലീം അറബി ഭാഷയിലുള്ള ഒരു പദമാണ്. അലിമ യാലമു ഇൽമൻ എന്നാണ് അറബിയിലുള്ള പദ നിഷ്പത്തി. ഇൽമുമായി ബന്ധപ്പെട്ട, അറിവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ അലീം എന്ന് പറയുന്നത് അള്ളാഹു വളരെയധികം അറിയുന്നവനാണ്, നന്നായി അറിയുന്നവനാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവുള്ളവനാണ്. എല്ലാ കാര്യങ്ങളുടെയും അടിത്തട്ട് വരെ അറിയുന്ന സൂക്ഷ്മജ്ഞനാണ്. ഈ പദം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അടിക്കടി ഉപയോഗിക്കുന്നുണ്ട്. ഇന്നല്ലാഹ അലീമും ബിസാത്തി സുദൂർ, നെഞ്ചങ്ങളിലുള്ളത് അവൻ അറിയുന്നു. ആ രഹസ്യങ്ങൾ പോലും അറിയുന്നവനാണ് അള്ളാഹു. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ വസ്തുക്കളെയും അവൻ അറിയാം. അവൻ്റെ അറിവിൽ അതൊക്കെ ഉണ്ട്. ലോകത്ത് സംഭവിക്കുന്ന എന്താണെന്ന് അവൻ അറിയാം. ഇവിടെ അള്ളാഹുവിൻ്റെ സിഫത്ത് അലീമിൻ്റെ അടിസ്ഥാനത്തിൽ അതെങ്ങനെയാണ് വെളിപ്പെടുന്നത്, അതിൻ്റെ തെളിവുകൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം. പ്രധാനമായി അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ അതിൽ ഗതകാല സംഭവങ്ങളുണ്ട്, ഭൂതകാല സംഭവങ്ങളുണ്ട്, അതുപോലെ വർത്തമാനകാല സംഭവങ്ങളുണ്ട്, അതുപോലെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളുമുണ്ട്. എല്ലാ അറിവുകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭാഷാ പരിജ്ഞാനം വെച്ച് നോക്കുമ്പോൾ ഇത് ഉദാത്തമായ ഗ്രന്ഥമാണ്. അള്ളാഹു ഇതിനെക്കുറിച്ച് പറഞ്ഞത്, അതിനൊരു തെളിവ് നൽകിയത്, ഇത് അള്ളാഹു അലീമായ സർവജ്ഞനായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഖുർആനാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള വിഷയങ്ങൾ വ്യക്തമാക്കുന്നത്, തെളിയിക്കുന്നത് ഈ അറിവുകളുടെ വലിയ ഈ എല്ലാ അറിവുകളെയും സമസ്തമായി അറിയുന്ന ഒരു പണ്ഡിതനും ലോകത്തില്ലെന്നാണ്. അള്ളാഹു ലോകത്തിന് മുമ്പാകെ വളരെ നിശ്ചയദാർഢ്യത്തോട് പറഞ്ഞു, വൈൻ കുന്തു ഫി റൈബി മിമ്മാ നസൽന അല അബ്ദിന ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി. ഇത് പരീക്ഷിച്ചറിയുന്നതിനുള്ള വളരെ എളുപ്പമുള്ള ലളിതമായ വഴി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സംശയമുണ്ടോ ഈ തൻ്റെ ദാസനിൽ അള്ളാഹു ഇറക്കിയ കാര്യങ്ങളെക്കുറിച്ച് സംശയമുണ്ടോ? അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നല്ല, അള്ളാഹുവിൻ്റെ ഭാഗത്താണ്. ഖുറാനിൽ 114 സൂറത്തുകളുണ്ട്, അധ്യായങ്ങളുണ്ട്. സൂറ ബഖറ പോലുള്ള ഏതെങ്കിലും സൂറത്ത് നിങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ സൂറ കൗസർ ഏറ്റവും ചെറിയതുപോലെ കൊണ്ടുവരിക. മനുഷ്യൻ്റെ പരിധിയിൽ ഉള്ളതാണെങ്കിൽ അങ്ങനെ കൊണ്ടുവരിക എന്ന് അള്ളാഹു ചാലഞ്ച് ചെയ്തു. 1400 വർഷങ്ങൾ കഴിഞ്ഞു, ഒരു മനുഷ്യനും ഇതിന് ഉപമ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇതെന്താണ് തെളിയിക്കുന്നത്? അള്ളാഹു അലീമാണ്, എല്ലാം അറിയുന്നവനാണ്, സർവജ്ഞനാണ്. അവൻ്റെ ഭാഗത്തു നിന്ന് ഇറങ്ങിയ ഗ്രന്ഥമാണിത്. അല്ലെങ്കിൽ മക്കയിലെ താഴ്വാരത്തിൽ ഉള്ള ഒരു വ്യക്തി, ഭൗതികമായ ഒരു വിദ്യാഭ്യാസം നേടാത്ത നിരക്ഷരകുഷിയായ അള്ളാഹു ഉമ്മി എന്ന് വിളിച്ച അക്ഷരജ്ഞാനമില്ലാത്ത വ്യക്തി എന്നറിയപ്പെട്ട ആ വ്യക്തി എങ്ങനെ ഇത്തരം അറിവുകളുടെ സാഗരമായ ഒരു ഗ്രന്ഥം ഇറക്കി കൊണ്ടുവന്നു? അത് അള്ളാഹുവിൻ്റെ ഇൽഹാം, വെളിപാട് മുഖേനയുള്ള വെളിപാട് ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ പേര് വിശുദ്ധ ഖുർആൻ എന്നാണ്. 1400 വർഷങ്ങളായി ഓരോ ദിവസവും ഈ ഖുർആൻ ഉച്ചസ്ഥരം വിളിച്ചു പറയുന്നത് സർവജ്ഞനായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഇറങ്ങിയ ഗ്രന്ഥമാണിതാണ്. അള്ളാഹുവിൻ്റെ അറിവിന് ഉള്ള വലിയൊരു തെളിവായിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. മറ്റൊരു കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നു, ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി, അതുപോലെ കമ്പ്യൂട്ടറിനെ കുറിച്ച്, അതുപോലെ തന്നെ മനുഷ്യൻ ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്നു, അതുപോലെ തന്നെ ഖഗോളശാസ്ത്രത്തിൻ്റെ പുതിയ പുതിയ അറിവിൻ്റെ നഭോമണ്ഡലങ്ങളിലേക്ക് മനുഷ്യൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നു. ഇതൊക്കെയാണ് കാണുന്നത്. മനുഷ്യൻ സംശയത്തിൽ, ഓരോ കാര്യത്തിനും സംശയത്തിൽ അകസ്റ്റപ്പെടുന്നു. ഇത് അള്ളാഹുവിൻ്റെ കാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നോക്കാം, ഈ നിർമ്മിത ബുദ്ധി, ഇതൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ തെളിയിക്കുന്നത്. അള്ളാഹു ഒരു വാക്കിൽ
ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞു വല യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ. അല്ലയോ മനുഷ്യ, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ അറിവ്, അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ഒരു കാര്യവും ഇവർക്ക് വലയം ചെയ്യാൻ സാധിക്കുകയില്ല മനുഷ്യന്. അത് അള്ളാഹു ഇച്ഛിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കാനും അറിയാനും സാധിക്കില്ല. അള്ളാഹു അറിയുന്നത്, അള്ളാഹു ഇച്ഛിക്കുകയാണെങ്കിൽ അള്ളാഹു ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ആ വ്യക്തി, ആ മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും നടത്തും. അതിൽ കൂടുതൽ മനുഷ്യനെന്ത് കഴിവാണുള്ളത്? അതുകൊണ്ട് വളരെ നന്നായി മനസ്സിലാക്കുക, ഈ ലോകത്തിൻ്റെ ഭൂമുഖത്ത് സംഭവിക്കുന്നത് മുഴുവനും അള്ളാഹുവിൻ്റെ ഇംഗിതമനുസരിച്ചാണ്, അവൻ്റെ അറിവനുസരിച്ചാണ്. അല്ലാത്ത പക്ഷം അവൻ്റെ അറിവിൽ നിന്നും മറ്റൊരാൾക്കും ലോകത്തിന് മുമ്പാകെ ഒന്നും തന്നെ കൊണ്ടുവരാൻ സാധിക്കില്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്നു. അവൻ്റെ അറിവിൽ നിന്നും ആർക്കും തന്നെ ഒന്നും തന്നെ വലയം ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അവൻ ഇച്ഛിക്കുന്നത് ഒഴികെ, അള്ളാഹു ഇച്ഛിക്കുന്നതനുസരിച്ച് ബുദ്ധിയിൽ ഇട്ട് കൊടുക്കുന്നത് മനുഷ്യൻ ലോകത്ത് സമർപ്പിക്കുന്നു. ചില സമയത്ത് അത് ഈമാൻ വർദ്ധിക്കുക എന്നതിന് കാരണമാകുന്നു, ചില സമയത്ത് അത് പരീക്ഷണത്തിന് വഴിവെക്കുന്നു. അതുകൊണ്ട് ഇതിൽ നിന്ന് എപ്പോഴും രക്ഷപ്പെടേണ്ടതുണ്ട്. ലോകത്തിന് മുമ്പിൽ നടക്കുന്ന എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ അറിവനുസരിച്ചാണ്. അവൻ തന്നെയാണ് മനുഷ്യനും ഈ ലോകത്തെയും പഠിപ്പിക്കുന്നത്, ഭൂമുഖത്ത് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, അള്ളാഹു സിഫത്തെ അലീമിനെ കുറിച്ച് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ സമയപരിമിതി കാരണം അവതരിപ്പിക്കാൻ സാധ്യമല്ല. അള്ളാഹു പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ അറിവിൽ മാത്രം ഒതുക്കി വെച്ചതുണ്ട്, മനുഷ്യന് അതൊരിക്കലും തന്നെ ഗ്രഹിക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസാ, ഖയാമത്തിനെ കുറിച്ചിട്ടുള്ള അറിവ് അള്ളാഹുവിൻ്റെ പക്കൽ മാത്രമാണ്. എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും അല്ലെങ്കിൽ കണ്ടുപിടുത്തക്കാരനാണെങ്കിലും ഖയാമത്ത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഖയാമത്ത് പോകട്ടെ, ഭൂകമ്പത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പറ്റില്ല, എപ്പോൾ എവിടെ സംഭവിക്കും, എത്ര ശക്തിയോടെ സംഭവിക്കും, ഇന്ന് വരെ മനുഷ്യന് കൃത്യമായി നിജപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ആയിരക്കണക്കിന് പരിശ്രമങ്ങളും പ്രയത്നങ്ങളും നടത്തിയിട്ടും മനുഷ്യന് ഇതിനെക്കുറിച്ച് എപ്പോഴാണ് ഭൂകമ്പം വന്നത്, എന്ത് ഭൂചലനത്തിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇത് അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളാണ്. അള്ളാഹു പറയുന്നു വയുനസ്സുലുൽ ഗൈസ, അവൻ മഴ വർഷിപ്പിക്കുന്നു. അത് നല്ല മഴയാണോ, അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ വിതക്കുന്നതാണോ, പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതാണോ, രോഗങ്ങൾ പരത്തുന്നതാണോ, ഇതൊക്കെ തന്നെ അള്ളാഹുവിന് മാത്രമേ ആ മഴയെക്കുറിച്ച് അറിയുള്ളൂ. വയഅലമു മാഫിൽ അർഹാം, അവനാണ് അറിയാം ഈ ഗർഭസ്ഥ ശിശു എന്താണ്. ആളുകൾ കരുതുന്ന അൾട്രാസൗണ്ട് കൊണ്ട് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മദീനയിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോഴും അപ്പോഴും അറിയായിരുന്നു, ഈ കുട്ടിയെ എടുക്കുന്ന അവരും പറയുമായിരുന്നു ആണാണോ പെണ്ണാണോ. എന്നാൽ സൗഭാഗ്യവാനാണോ അല്ലെങ്കിൽ ദൗർഭാഗ്യവാനാണോ, ഇത് മാതാപിതാക്കൾക്ക് ഇവൻ നല്ലവനാണോ അല്ലെങ്കിൽ സമൂഹത്തിന് നല്ലവനാണോ, ഇതെന്താണെന്നുള്ള അറിവ് അള്ളാഹിന് മാത്രമേ ഉള്ളൂ. ഇതൊരു സൽക്കർമ്മിയായ വ്യക്തിയാണോ സുഹൃതവാനാണോ എന്നതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹിന് മാത്രമേ ഉള്ളൂ. മറ്റാർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല, അതിലേക്ക് ആർക്കും എത്താനും സാധിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം അള്ളാഹു പറയുന്നത് വമാ തദ്രി നഫ്സും മാദാ തക്സിബ് ഗദൻ, ഒരു മനുഷ്യനും ഒരു ആത്മാവിനും അറിയുകയില്ല നാളെ എന്താണ് സംഭവിക്കുക, നാളെ ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയില്ല. എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടാകുമോ, അല്ലെങ്കിൽ സമ്പാദിച്ചാൽ തന്നെ അത് ഖൈറുണ്ടാവുമോ അതിൽ ഷർറുണ്ടാകുമോ എന്നും അറിയുന്നില്ല. അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നു വമാ തജ്രി നഫ്സുൻ ബി അയ്യി നഫ്സിൻ തമൂത്ത് വമാ തദ്രി നഫ്സുൻ ബി അയ്യി അർദിൻ തമൂത്ത്, ഏത് ഭൂമിയുടെ ഭൂഭാഗത്താണ് അവൻ മരിക്കുക എന്ന് അള്ളാഹുവിനും അല്ലാതെ ഒരു മനുഷ്യനും അറിയില്ല. മറ്റാർക്കും തന്നെ അതിനെക്കുറിച്ച് അറിയില്ല. എവിടെയാണ് മരണപ്പെടുക, ഏതവസ്ഥയിലാണ് ഉണ്ടാകുക, അതിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തം പോലും ഇതുവരെ നടന്നിട്ടില്ല. ഈ 5 കാര്യങ്ങൾ അള്ളാഹു തൻ്റെ അറിവിൽ മാത്രം ഒതുക്കി വെച്ച കാര്യമാണ്. ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും പ്രയത്നങ്ങളും നടത്തിയിട്ടും മനുഷ്യന് അവിടെ വരെ എത്താൻ സാധിച്ചിട്ടില്ല, കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുപോലെ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഒരു ആർട്ടിക്കിൾ ഞാൻ കാണുകയായിരുന്നു, വായിക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപകൾ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നു. ഈ മരണം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്?
മനുഷ്യന് മരണത്തിന് ശേഷം ആ മനുഷ്യൻ്റെ ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത്, ഇതിനെക്കുറിച്ച് വർഷങ്ങളായുള്ള കണ്ടുപിടുത്തങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടും ഗവേഷണങ്ങൾ നടത്തിയിട്ടും നാളെ എന്താണ് നടക്കുക എന്ന് മനുഷ്യനറിയില്ല. അവൻ എന്താണ് സംഭവിക്കുക മരണത്തിന് ശേഷം, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിയില്ല. ഈ ന്യൂനതകളും പോരായ്മകളൊക്കെ വ്യക്തമാക്കുന്നത്, തെളിയിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ് പൂർണ്ണമായ അറിവുള്ളവൻ. അവനാണ് അലീം, സർവജ്ഞനാണ്. അവനാണ് എല്ലാ കാര്യങ്ങളും ആഴത്തിൽ അറിയുന്നവൻ. നമുക്ക് ഈ അറിവ് നേടണമെങ്കിൽ അള്ളാഹുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. അവനുമായുള്ള ബാന്ധവം നിലനിർത്തേണ്ടതുണ്ട്. അവനോട് ദുആ ചെയ്യണം. റബ്ബി സിദ്നി ഇൽമ എന്ന് അവനോട് ചോദിച്ചാൽ, അള്ളാഹുവെ എൻ്റെ അറിവിൽ വർധനവ് നൽകണമേ, അറിവിൽ എന്നെ പുരോഗതി നൽകണമേ. അപ്പോൾ അള്ളാഹു പുരോഗതി നൽകുന്നതാണ്. എന്ന് പ്രേക്ഷകരെ, നിങ്ങളിൽ നിന്ന് ഒരുപാട് ചോദ്യം ലഭിച്ചിട്ടുണ്ട്. അതിലെ ചില ചോദ്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തുകയാണ്. മുക്കറമ റഹാന കമാൽ സാഹിബ, കേരള, ഇന്ത്യയിൽ നിന്നാണ് ചോദ്യമാണ്. അവർ ചോദിക്കുന്ന, ഇബിലീസ് ഷൈത്താനിൽ നിന്ന് എന്താണ് വ്യത്യാസം? ഞാൻ ഷെയ്ഖ് മുഹമ്മദ് മുജാഹിദ് ശാസ്ത്രി സാഹിബിനോട് ഇതിന് മറുപടി പറയാൻ അപേക്ഷിക്കുന്നു. ജസാക്കുമുല്ലാ ജസാ. പൊതുജനങ്ങളുടെ മനസ്സിൽ പൊതുവെ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് ഇബിലീസ് എന്ന് പറയുന്നത് ജിന്നുകൾപ്പെട്ട ആണെന്ന്, അല്ലെങ്കിൽ മറ്റെന്തോ സൃഷ്ടിയാണെന്നുള്ളത്. ആദം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നത് അദ്ദേഹത്തെ നിഷേധിച്ച ആളാണ്. ശൈത്താനും ഇതുപോലെയുള്ള സൃഷ്ടിയായി വിശ്വസിക്കുന്നത്. എന്നാൽ അറബി ശൈത്താൻ എന്നുള്ളത് അറബി പദമാണ്. അതിൽ പ്രാമാണിക ഗ്രന്ഥങ്ങൾ എഴുതപ്പെടുന്നു, കുല്ലു ആത്തിൻ മുത്തമറദിൻ, പരിധി വിട്ട് പ്രവർത്തിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ നബിക്കെതിരെയും വരുന്ന അവർ പരിധി ലംഘിക്കുന്ന, അതായത് ശരീഅത്ത് ഇറങ്ങുമ്പോൾ അതിന് സ്വീകരിക്കാതെ അതിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെയാണ് വസത് ശൈത്താൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹസ്രത്ത് ആദം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട് സൂറ ബക്കറയിൽ പറയപ്പെട്ടിരിക്കുന്നത്, അള്ളാഹു എല്ലാ മലക്കളോടും പറഞ്ഞു സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇബ്ലീസ് നിഷേധിക്കുകയുണ്ടായി. മറ്റൊരു സ്ഥലത്ത് സൂറ താഹിൽ പറയുന്നു, ഷൈത്താൻ ആദമിലും ഹവ്വയിലും പലതിൽ അവരെ വശീകരിക്കുകയാണെങ്കിൽ തഫ്സീറിൽ പല കാഴ്ചപ്പാടും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് അവരെ ഇസ്രായേലിയാത്ത് വിശ്വസിക്കുന്ന ഫലമായിട്ട് ശൈത്താൻ അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വിശ്വാസം. ഇതുകൂടെ ശൈത്താനോട് ഉദ്ദേശിക്കുന്നത് ഓരോ നബിയുടെ കാലഘട്ടത്തിലും വരാൻ പോകുന്ന അവരെ ശരീരത്തിനെ നിന്ന് അവരെ പുറത്താക്കുന്ന ആളാണ് ഉദ്ദേശിക്കുന്നത്. ഈ അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവരത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് നമ്മളൊരിക്കലും പ്രവാചകം കൊണ്ടുവരുന്ന ശരീരത്തിൽ നിന്ന് പുറത്തു പോകരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ജസാക്കുമുല്ലാ. ഖുറേഷി മുഹമ്മദ് അബ്ദുൽ ഹക്കീം സാഹിബ് ബാംഗ്ലൂരിൽ നിന്നും കോൾ കട്ട് ചെയ്തിരുന്നു. ചോദ്യം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ നമ്മൾ അതും ഉൾപ്പെടുത്തുന്നതാണ്. ചോദ്യം വായിച്ച് കേൾപ്പിക്കാം. ചോദ്യം ഇതാണ്: അള്ളാഹുവിൽ നിന്ന് വന്ന നബിമാരൊക്കെ തന്നെ അവർ എല്ലാവരും സൽക്കർമാരികളായിരുന്നു. എന്നിട്ടും അവരെ അള്ളാഹു എന്തുകൊണ്ട് പരീക്ഷണത്തിൽ അകപ്പെടുത്തി? ഹമീദ് ഗൗസ് സാഹിബിനോട് ചോദിക്കുന്നു, ഇതിന് മറുപടി നൽകാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ തന്നെ പരീക്ഷണങ്ങളോട് കടന്നു പോയിട്ടുണ്ട്. എന്നാൽ അവരുടെ വാദത്തിന് മുമ്പ് അവർ അമീൻ, വിശ്വസ്തർ, അതുപോലെ സത്യവാന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ നേരെ വിരൽ ചൂണ്ടാൻ പോലും ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. ഖുർആനിൽ പറയുന്നത്, ഫഖദ് ലബിസ്തു ഫീക്കും ഉംറൻ മിൻ ഖബ്ലി അഫല താഖിലൂൻ എന്ന് പ്രവാചകന്മാർ ചോദിച്ചിരുന്നു. ഒരു ആയുഷ്കാലം നിങ്ങളുടെ മുമ്പാകെയാണ് ഞാൻ ജീവിച്ചത്, പ്രവാചകൻ പറയുന്നു. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉന്നയിക്കാൻ പറ്റുമോ? ഇതൊരു പരീക്ഷണമാണ്. ഞാനൊരു ഉദാഹരണം നൽകി ഇവിടെ മനസ്സിലാക്കി തരാം. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തെ എടുത്ത് നോക്കാം. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ സമയത്ത് ഫിറോനാണ് പ്രവാചകൻ ആയിരുന്നെങ്കിൽ ആരാണ് അവരെ ധിക്കരിക്കുക? കാരണം ഫിറോന് ശക്തി ഉണ്ടായിരുന്നു.
ആരും തന്നെ നിഷേധിക്കാനുണ്ടാകുമായിരുന്നില്ല ഫിറോന്. എന്നാൽ പ്രതിഫലം ഒന്നും ലഭിക്കുന്നതല്ല. കാരണം ഫിറോനെ നിഷേധിക്കുന്നവർക്ക് അപ്പം തന്നെ ഫിറോൻ ശിക്ഷ നൽകുമായിരുന്നു. എന്നാൽ മൂസയാണ് അള്ളാഹു നബിയായിട്ട് തിരഞ്ഞെടുത്തത്. അതൊരു പരീക്ഷണമായിരുന്നു. മൂസയുടെ നന്മ നോക്കിക്കൊണ്ട് അവനെ പിന്തുടരാൻ വേണ്ടിയായിരുന്നു അള്ളാഹു നബിയെ നിശ്ചയിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എടുത്തു നോക്കാം. ഇതേ ആക്ഷേപം തന്നെ ഉണ്ടായത്, ഇതേ ചോദ്യം തന്നെയാണ് ഉന്നയിക്കപ്പെട്ടത്. ഈ രണ്ട് വലിയ പ്രദേശങ്ങളുണ്ടല്ലോ, മക്കയും തായിഫും, അവയിൽ നിന്നും നബിയാക്കാൻ വേണ്ടി വേറെ മഹത്തായ വ്യക്തിയൊന്നും കണ്ടില്ല. ഈ ഒരാളെയാണ് തിരഞ്ഞെടുത്തത് അള്ളാഹു എന്ന് പറഞ്ഞു. ഒരു ശക്തിമാനായ ഒരു പ്രമാണിയായ ഒരാളെ നബിയായി അള്ളാഹു തിരഞ്ഞെടുത്തില്ലെങ്കിൽ ആരും നിഷേധിക്കാനായിരുന്നു. എന്നാൽ അവിടെ പ്രതിഫലമോ പുണ്യമോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല അള്ളാഹുവിൻ്റെ ഭാഗത്ത്. ഇതാണ് തിരിച്ചറിയുന്നതിൻ്റെ രീതി. എന്താണ്? ദുർബലനായ മനുഷ്യൻ അവൻ്റെ നന്മ നോക്കുമ്പോൾ മനുഷ്യൻ ഈമാൻ കൈക്കൊള്ളുന്നു, വിശ്വാസം സ്വീകരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ എടുത്ത് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, അള്ളാഹു എനിക്ക് മേൽ വഹി ഇറക്കുന്നു, വെളിപാട് ഇറക്കുന്നു. മക്കക്കാരെല്ലാം കാണുന്നുണ്ടായിരുന്നു. മക്കക്കാർക്ക് അറിയാമായിരുന്നു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമീനാണ്, സിദ്ദീഖാണ്, വിശ്വസ്തനാണ്, സത്യസന്ധനാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ആ പ്രവാചകനെ സത്യവാൻ എന്ന് വിളിച്ച വ്യക്തിയെ തന്നെ എല്ലാവരും ആക്ഷേപിക്കാനും എതിർക്കാനും തുടങ്ങിയത്? എന്നാൽ തിരിച്ചറിയുന്നവർ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇത് കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വ വാദം ഉന്നയിച്ചെന്ന് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വഹി ഇറങ്ങുന്നു, വെളിപാട് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് അബൂബക്കറിൻ്റെ അടുത്തേക്ക് അബൂബക്കർ റസൂലുള്ളാഹിയെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു വഹി ഇറക്കുന്നുള്ള വാദം ശരിയാണ്. അപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ പറഞ്ഞു, താങ്കൾ പറയുക, താങ്കൾ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ അതുമാത്രം പറയുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞു. അപ്പം തന്നെ ഹദരത്ത് അബൂബക്കർ അവിടെ ഈമാൻ കൈക്കൊള്ളുകയുണ്ടായി. അതുകൊണ്ടാണ് അബൂബക്കറിനെ സിദ്ദീഖ് എന്ന് വിളിച്ചത്. ഏറ്റവും കൂടുതൽ സത്യസാക്ഷ്യം ചെയ്ത വ്യക്തി, ആ റസൂലിനെ സത്യവാനായി അംഗീകരിച്ച വ്യക്തി എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പരീക്ഷണമാണ്, പ്രവാചകന്മാർക്കുണ്ടാകുന്ന പരീക്ഷണമാണ്. അങ്ങനെയുള്ള മനുഷ്യർ ദാരിദ്ര്യത്തിലാണ് വരുന്നത്, എന്നാൽ ജനങ്ങൾ തിരിച്ചറിയുന്നു. ഹദരത്ത് മസീഹ് ഇസ്ലാമിനെ നോക്കുക. ബറായിൻ അഹമ്മദിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവനും പരക്കെ അറിയപ്പെട്ട അംഗീകരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. മുഹമ്മദ് ഹുസൈൻ ബെട്ടാൽവി 150-200 പേജ് ബറായിൻ അഹമ്മദിനെ കുറിച്ച് റിവ്യൂ എഴുതി മസീഹ് ഇസ്ലാമിനെ ശ്ലാഘിച്ചുകൊണ്ട്. എന്നാൽ 1890 ഹദരത്ത് മസീഹ് ഇസ്ലാം മസീഹ് വാദം നടത്തിയപ്പോൾ ഉന്നയിച്ചപ്പോൾ ആ വ്യക്തി നിഷേധിച്ചു. ഇതാണ് പരീക്ഷണം എന്ന് പറയുന്നത്. നല്ല ആളുകൾ, സത്യാത്മാക്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ആ സത്യത്തെ അംഗീകരിക്കുന്നു. എന്നാൽ അബാവസ്തക്ബറ എന്ന അഹങ്കാരവും നിഷേധമുള്ള വ്യക്തികൾ പിറകോട്ടടിക്കുന്നു. ഇതാണ് കാരണം. അള്ളാഹു അവരെ പ്രവാചകന്മാരെ പരീക്ഷണത്തിലാക്കപ്പെടുന്നു. ഇങ്ങനെ അള്ളാഹു തിരിച്ചറിയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സത്യത്തെ ആരാണ് തിരിച്ചറിയുന്നത്? ഉദാഹരണത്തിന് ഹദരത്ത് ഈസാ അലൈഹി ഇസ്ലാം, അദ്ദേഹം കുരിശിൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ യഹൂദികൾ ചുറ്റുവട്ടത്തുമുണ്ടായിരുന്നു, ജൂതന്മാർ. അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു, അല്ലയോ ജൂതന്മാരുടെ ചക്രവർത്തി, നീ സ്വയം ഇറങ്ങി കണ്ടാൽ ഞങ്ങൾ നിന്നിൽ അംഗീകരിക്കാം. ഇത് നോക്കുക, സത്യാത്മാക്കൾ ഈസാ നബിയെ അംഗീകരിച്ചിരുന്നു. അത് മസീഹ് ഇസ്ലാമിന് കുറച്ച് പേർ മാത്രമേ വിശ്വാസികളായി ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം. പ്രവാചകന്മാർക്ക് ഇങ്ങനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ജസാക്കുമുല്ലാ ഹസനുൽ ജസാ. പ്രോഗ്രാമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് വിനീതൻ്റെ അടുത്ത ചോദ്യം ഷെയ്ഖ് മുജാബ് സാഹിബ് ശാസ്ത്രിയോടാണ്. അള്ളാഹുവിൻ്റെ സമീഅ ബസീർ എന്ന ഗുണങ്ങൾ അതിൻ്റെ മനുഷ്യൻ്റെ ധാർമ്മികതയുമായി എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത്? ജസാക്കുമുല്ലാ ഹസനുൽ ജസാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ നമ്മുടെ മേലൊരു ഔദാര്യമാണ്. അവൻ തൻ്റെ ഇൽമിൻ്റെയും ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് അവൻ്റെ സത്യത്തെക്കുറിച്ചുള്ള അറിവ് നൽകണം. അള്ളാഹു നമ്മോട് പറഞ്ഞു, എല്ലാ നല്ല നാമങ്ങളും അവനുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു അസ്തിത്വവുമില്ല. ഈ സിഫത്തുകളെക്കുറിച്ച് വിവരിക്കാൻ പറ്റും മറ്റൊരു അസ്തിത്വവുമില്ല. ഈ സിഫത്തുകളെല്ലാം ഒരു സിഫത്താണ് സിഫത്ത് എന്നുള്ള
മറ്റൊന്ന് ബസീർ എന്നുള്ളത്. സമീ എന്നുള്ളതിൻ്റെ ഭാഷാപരമായ അർത്ഥം ഏറ്റവും കൂടുതൽ കേൾക്കുന്നവൻ എന്നുള്ളതാണ്. ബസീർ എന്നുള്ളതിൻ്റെ ഏറ്റവും കൂടുതൽ കാണുന്നവൻ എന്നുള്ളതാണ്. ഈ സിഫത്ത് അള്ളാഹുവിലുള്ള അത് മുഷബ്ബബ് ഫീലാണ്. അതായത് അറബിയുടെ ഗ്രാമർ അനുസരിച്ച് മുഷബ്ബബ് ഫീലാണ്. അത് അള്ളാഹുവിൻ്റെ ശാശ്വതമായൊരു ഗുണമാണ്. എപ്പോഴും അള്ളാഹുവിനോടൊപ്പമുള്ള ഗുണമാണ്. സമീ എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ ശബ്ദം മൂലം, അതായത് ഹൂവിൻ്റെ ആലമിൽ പോലും ഒരു കല്ലിൽ ഒരു ഈച്ച വന്നിരുന്നാൽ പോലും ആ ശബ്ദം പോലും മനുഷ്യൻ അള്ളാഹു കേൾക്കുന്നു. അവൻ സ്തുതികൾ കേൾക്കുന്നവനാണ്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്ന് പറയുന്നത് കേൾക്കുന്നവനും കേൾക്കുന്നതോടൊപ്പം അതിന് പ്രതിഫലവും നൽകുന്നവനാണ്. അത് കേൾക്കുക മാത്രമല്ല, അള്ളാഹു അതിൻ്റെ ഫലമായിട്ട് ചെയ്യപ്പെടുന്ന ദുആകൾ, ആ ദുആകൾ അള്ളാഹു സ്വീകരിക്കുന്നു. ഈ കാര്യത്തെ അള്ളാഹു അൽ ബക്കറയിൽ വളരെ വ്യക്തമായി വിശദമായി വിവരിച്ചിരിക്കുന്നു. വൈദ സാലക ഇബാദി, എൻ്റെ ദാസൻ നബി അവരോട് പറയുക, ഞാൻ വളരെ സമീപസ്ഥനാണ്. എന്നെ വിളിക്കുകയാണെങ്കിൽ അത് കാരണം ഞാൻ നിങ്ങളുടെ വിളിക്ക് മറുപടി ഉത്തരം നൽകുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ നാം റാഗിബ് സമീ എന്ന് പറയുന്നത് ദുആകളും അതുപോലെ തന്നെ ദുആയെ സംബന്ധിച്ച് കേൾക്കുന്നവനാണ്. അവൻ അദൃശ്യജ്ഞാനമുള്ളവനാണ്. അവനറിയാം അവൻ എന്ത് കാര്യങ്ങൾ നമുക്ക് എന്തിൻ്റെ ആവശ്യമാണുള്ളത് അവന് നന്നായിട്ടറിയാം. നമ്മുടെ ഗൈബിനെ കുറിച്ചിട്ട് അവന് നന്നായിട്ടറിയാം. അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാണ് അവൻ. അതുകൊണ്ട് മനുഷ്യൻ്റെ ജോലിയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ദുആ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇതിൽപ്പെടും. ചില സമയത്ത് മനുഷ്യൻ അവൻ്റെ ജ്ഞാനം അപൂർണമായിരുന്നാൽ അവന് നല്ലതല്ലാത്ത കാര്യങ്ങൾ അവൻ ചോദിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൻ വിചാരിക്കുന്നു എൻ്റെ ദുആ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഞാൻ ഒരുപാട് ദുആ ചെയ്തു, എന്നാൽ എൻ്റെ ദുആ സ്വീകരിക്കപ്പെടുന്നില്ല. എന്നാൽ സമീ എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ ഉൾപ്പെടുന്നത് അവൻ എങ്ങനെയുള്ള സത്തയാണെന്ന് വെച്ചാൽ ഏത് ദുആ സ്വീകരിക്കപ്പെടും അത് അവനറിയാം. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിൽ നമ്മൾ വെക്കുന്നുണ്ട്, ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം, ഹദ്റത്ത് ഇസ്മായിൽ അലൈഹിസ്സലാം കാബാലയം പുനർനിർമ്മിച്ചപ്പോൾ ആ സമയത്ത് അവർ ദുആ ചെയ്തു, റബ്ബന വബഅസ് ഫീഹിം റസൂലൻ, അള്ളാഹുവെ ഈ ഖൗമിൽ ഒരു പ്രവാചകനെ നിയമിച്ചാലും അവർക്ക് ഹിക്മത്തിൻ്റെ അധ്യാപനം നൽകുന്ന, അവരെ ശുദ്ധീകരിക്കുന്ന, അവരിൽപ്പെട്ട ഒരാളെ നിയോഗിച്ചാലും. ഈ ദുആ ഇത് രണ്ട് മഹത്തായ പ്രവാചകന്മാരാണ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ ഇബ്രാഹിം, ഇസ്മായിൽ അലൈഹിസ്സലാം. എന്നാൽ ഈ ദുആയുടെ പ്രകടനം എന്നുണ്ടായത് ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോട് ഒരു ദീർഘകാലത്തിന് ശേഷമാണ് ഇത് വെളിപ്പെട്ടത്. അതുകൊണ്ട് അത് പ്രാർത്ഥന അപ്പോൾ തന്നെ സ്വീകരിക്കപ്പെടും എന്ന് പറയുന്നത് ഇത് മനുഷ്യന് പറഞ്ഞിട്ടുള്ളതല്ല. മനുഷ്യന് പറഞ്ഞിട്ടുള്ളതെന്ന് ദുആ ചെയ്യുക, ദുആ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഈ സമീ എന്ന ഗുണം, ബസീർ എന്ന ഗുണം, അതിൻ്റെ പ്രകടനം അത് ഏറ്റവും കൂടുതൽ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഖേനയാണ് അത് വെളിപ്പെട്ടത്. അവിടുന്ന് നിങ്ങൾ ഹദീസ് നോക്കുക, അതിലൊരുപാട് റിവായത്തുകൾ സഹാബാക്കളുടേത് കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ എങ്ങനെയാണത് പ്രകടമായത് എന്നത്. സമയപരിമിതി മൂലം ഞാൻ 1-2 സംഭവം വിവരിക്കുന്നതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഖുതുബ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഖുതുബ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വാതിലിന് അടുത്തുകൂടി വന്നു, എന്നിട്ട് മൃഗങ്ങൾ ചത്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വളരെ ക്ഷാമത്തിൻ്റെ അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അപ്പോൾ തന്നെ കൈകൾ ഉയർത്തി, അല്ലാഹുമ്മ ഹസ്ബിന, അല്ലാഹുവേ നമുക്ക് മഴ വർഷിച്ചാലും. നിവേദനം പറയുന്നു, ദുആ ചെയ്യുന്ന സമയത്ത് ദുആ ചെയ്തോടെ മഴ പെയ്യുകയുണ്ടായി. എത്രമാത്രം മഴ പെയ്തു എന്ന് വെച്ചാൽ ഈ ദിവസം വരെ ആ മഴ തുടർന്നു. അടുത്ത ജുമാക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വീണ്ടും ഖുതുബ നൽകാൻ എഴുന്നേറ്റപ്പോൾ ആ വ്യക്തി വീണ്ടും വന്നുകൊണ്ട് പറയുകയുണ്ടായി, മൃഗങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം വർദ്ധിച്ചിരിക്കുന്നു, അങ്ങ് വീണ്ടും ദുആ ചെയ്താലും അല്ലാഹുമ്മ ഹൗലന വല അലൈന, അല്ലാഹുവേ ഈ നമ്മുടെ ചുറ്റുള്ള വസതികളിൽ
അത് വേണ്ട സ്ഥലത്ത് നീ മഴ വരച്ചാലും. അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലും അള്ളാഹ് ദുആ സ്വീകാര്യതയുടെ അടയാളം നൽകുകയുണ്ടായി. മസീഹ് സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പ്രത്യേകിച്ച് എപ്പോഴൊക്കെ നീ ദുആ ചെയ്യുന്നുണ്ടോ നിൻ്റെ ദുആ ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അതായത് ദുആ സ്വീകാര്യതയുടെ വാഗ്ദാനം നൽകപ്പെടുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഒരുപാട് ദുആകൾ മസീഹ് സ്വലാത്തു വസ്സലാം ഗ്രന്ഥങ്ങളിൽ അത് ഉദാഹരണങ്ങൾ മസീഹ് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു മഹത്തായ ദുആ സ്വീകാര്യതയുടെ ഒരു സംഭവമാണ്. അത് മുസ്ലിം മൗദിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അവിടുന്ന് വിളംബരപ്പെടുത്തുകയുണ്ടെങ്കിൽ 9 വർഷത്തിനുള്ളിൽ ഞാനും ജീവിക്കുന്നതാണ്, എനിക്കൊരു മകൻ ജനിക്കുന്നതാണ്, പെട്ടെന്ന് മരിക്കുന്നതല്ല, ആ മകനിൽ ഇത്ര 52 ഗുണങ്ങളുണ്ടായിരിക്കുന്നത്, ഇത് മനുഷ്യൻ്റെ കൈവിൽപ്പെട്ടതല്ല, അവൻ സ്വയം തന്നെ പറയുക എന്നുള്ളത്. സമീ ഓർ ബസീർ അതിൽ അള്ളാഹുവിനെ വിശ്വസിക്കുമ്പോൾ ആ സമീ എന്നുള്ള അവൻ്റെ നമ്മളുടെ ഹൃദയത്തെ അറിയുന്നത്, നമ്മുടെ നിയത്തുകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നവനാണ്. അതുകൊണ്ട് ഒരു ഭൗതിക ഉദാഹരണത്തിന് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ CCTV ഉണ്ടെങ്കിൽ മനുഷ്യന് പറയുന്ന എന്നാരും കാണുന്നത് മനുഷ്യൻ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തെറ്റുകളും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സമീ ബസീറായ അള്ളാഹു അങ്ങനെ അവൻ പാപങ്ങളിൽ നിന്ന് അവൻ വിട്ടു നിൽക്കുന്നതാണ്. ജസാക്കുമുല്ലാ ഹസനുൽ ജസാ. പ്രേക്ഷകരെ, ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതിൻ്റെ അവസാനത്തിൽ സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി അവതരിപ്പിക്കുന്നതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുൾ ചെയ്യുന്നു, അള്ളാഹു ആകാശഭൂമികളുടെ വെളിച്ചമാകുന്നു. എന്ന് വച്ചാൽ ഉയർച്ച താഴ്ചകളിൽ കാണപ്പെടുന്ന ഓരോ വെളിച്ചവും അത് ആത്മാക്കളിലോ ശരീരങ്ങളിലോ ആകട്ടെ, സഹജമോ ആർജിതമോ ആകട്ടെ, പ്രത്യക്ഷമോ പരോക്ഷമോ ആകട്ടെ, മാനസികമോ മാനസികേതരമോ ആകട്ടെ, അവൻ്റെ തന്നെ അനുഗ്രഹങ്ങളുടെ ഉദാരതയത്രേ. സർവ്വലോകനാഥൻ്റെ സാർവത്രികമായ അനുഗ്രഹം സർവ്വവസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അവൻ്റെ അനുഗ്രഹമേൽക്കാത്തതായി ഒന്നുമില്ല. സർവാനുഗ്രഹങ്ങളുടെ ഉറവിടവും സർവ്വ വെളിച്ചങ്ങളുടെ ആദികാരണവും സകല കാരുണ്യങ്ങളുടെ ഉത്ഭവസ്ഥാനവും അവൻ തന്നെയാണ്. മുഴു പ്രപഞ്ചത്തെയും നിലനിർത്തുകയും എല്ലാ ഉയർത്ത താഴ്ചകളിലും അഭയമരുളുകയും ചെയ്യുന്ന പരമ അസ്തിത്വമാണ് അവൻ്റേത്. സകല വസ്തുക്കളെയും ശൂന്യതയുടെ ഇരുട്ടറകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അസ്തിത്വത്തിൻ്റെ പുതപ്പ് അണിയിച്ചത് അവനാണ്. അവനല്ലാതെ സ്വയം നിലനിൽക്കുകയും അനാദിയുമായും ആരുമില്ല. അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമാവാത്ത മറ്റൊരു അസ്തിത്വവുമില്ല. ആകാശഭൂമികൾ, മനുഷ്യമൃഗാദികൾ, കല്ല്, മരം, ശരീരം, ആത്മാവ് തുടങ്ങിയവയെല്ലാം തങ്ങളുടെ അസ്തിത്വത്തിന് അവനോട് കടപ്പെട്ടിരിക്കുന്നു. ബനാന അഹമ്മദിയ ആദ്യ 4 വാള്യങ്ങൾ, റുഹാനി ഖസാൻ വാള്യം 1, പേജ് 192 അടിക്കുറിപ്പ് 11. പ്രേക്ഷകരെ, ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡിൽ ഈ വിഷയം തുടരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया